കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സ്ഥലം വരുന്നത് തേവക്കലാണ്. മാത്രമല്ല 5 സെൻറ്റും 125 ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂട്ടിലിറ്റിയാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നുള്ളത്. സാധാരണ കണ്ടുവരുന്ന വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 അപ്പർ ലിവിങ് സ്പേസുമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഏരിയനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തേവക്കലാണെന്ന് പറഞ്ഞു. തൊട്ടടുത്തായിട്ട് എറണാകുളം പുക്കാട്ടുപടി ബസ് റൂട്ടും കൂടിയാണ്. വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകാം, എടപ്പള്ളി ഭാഗത്തേക്ക് പോകാം, HMT ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു മിഡിൽ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലുമാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. നമ്മളിപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ടിനകത്താണ് വന്നുള്ളത്. ഗേറ്റ് വന്നിരിക്കുന്നത് ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ്. ഭംഗിയായിട്ടാണ് ഇതിൻ്റെ കാർ പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടൈല് പാകിയിട്ടുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടി വരാനുണ്ട്. എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് വീടിൻ്റെ ദർശനം, അതായത് വീട് ഫേസ് ചെയ്യുന്നത് കിഴക്കോട്ടാണ്. കിഴക്ക് ദർശനമായിട്ട് വരുന്ന വീട് തന്നെയാണ്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിലും സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സ്പേസ് ഒരുക്കിയിരിക്കുകയാണ്. നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് വടക്ക് ഭാഗത്തേക്ക് വരാം, അതായത് നോർത്ത് സൈഡിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിണർ വന്നുള്ളത്. നല്ല കിണർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് തന്നെ കാണാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത്തിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 4 ചെയർ ഇടാനുള്ള സ്പേസ് സിറ്റ് ഔട്ടിന് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് തന്നെയാണ് വന്നുള്ളത്. തൂണിലെല്ലാം ഗ്ലാഡിങ് സ്റ്റോൺ വർക്കുകൾ വരുന്നുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അകത്ത് നിന്ന് കാണാം. നമ്മൾ വീടിനകത്തേക്ക് വന്നു. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കാണ്. കിഴക്ക് ദർശനമായിട്ട് വരുന്ന വീടാണ്. ഡോറിൻ്റെ ദർശനവും കിഴക്കോട്ട് തന്നെ. അപ്പോൾ നല്ല സിംഗിൾ ഡോറ് വന്നിട്ടുണ്ട്. നല്ല മരത്തിൽ തീർത്ത ഡോറ് തന്നെയാണ്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ്. ഈ കാണുന്ന കിഴക്ക് വശത്ത് നല്ല രീതിയിൽ വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡും ഭംഗിയായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പാനൽ ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ടി യൂണിറ്റ് വന്നുള്ളത്. ഭംഗിയായിട്ട് ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ TV ആണെങ്കിലും നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാൻ പറ്റും. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. കയറി വരുന്ന എൻട്രൻസിന് മേലെയായിട്ട് ഒരു വുഡിന്റെ ടെക്സ്റ്റിലുള്ള പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചേർന്നത്. ഇപ്പോൾ ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. CNC കട്ടിങ് വരുന്നുണ്ട്. LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയിലാണ്. നല്ല ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. എത്ര വലിയ ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് വീഴുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇത് നോർത്ത് സൈഡാണ്. അവിടെ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ടിലായിട്ട് ഭംഗിയായിട്ട് ഇതിൻ്റെ കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് വാഷ് കൗണ്ടറാണ് കൊടുത്തുള്ളത്. നല്ലൊരു ഗ്രാനൈറ്റിന് മേലെയായിട്ട് സിറയുടെ ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. ഭംഗിയായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 3D ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ലൈറ്റിംഗ് മിറർ തന്നെയാണ് വന്നുള്ളത്. മേലെയും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇന്റീരിയർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു കോക്കറി ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു കോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ലൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നേരെ നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കിച്ചൻ്റെ സ്പേസ് വരുന്നത്, അതായത് സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നോർത്തിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. മേലെ നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കബോർഡുകളെല്ലാം യഥാസ്ഥാനത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കളർ പാറ്റേണെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒരു L ഷേപ്പിലാണ് നാനോവൈറ്റ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മോഡേൺ ടൈപ്പിലുള്ള സിങ്കാണ് വന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. കപ്പ് ഹോൾഡറൊക്കെ വെക്കാവുന്നതാണ്. ഇവിടെയായിട്ട് നമുക്ക് സോപ്പ് ഓയിലും മറ്റുമൊക്കെ ഇടാനായിട്ട് അത് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള മാനുവലൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം നല്ല രീതിയിലുള്ളൊരു സിങ്ക് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ വർക്ക് ഏരിയയിലാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്.
ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിങ്ക് വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്. ടൈല് വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പവർ പോയിന്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വശങ്ങളിൽ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോളികാർബണേറ്റ് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡ് ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈലാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല മാറ്റ് ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ അകത്തേക്ക് വരാം. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഇവിടെയായിട്ട് ഫ്രിഡ്ജിൻ്റെ സ്ഥാനം വരുന്നത്. ഒരു വലിയൊരു ഫ്രിഡ്ജ് ഇവിടെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് വെച്ചാലും കൺജസ്റ്റ് ആവില്ല. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർ വന്നുള്ളത്. സ്റ്റെയറിൻ്റെ സൈഡ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. നേരെ അകത്തേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുണ്ട്. അതും സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് വന്നുള്ളത്. തെക്ക് പടിഞ്ഞാറ് വശം തന്നെയാണ്. ഇത് പടിഞ്ഞാറ് വശമാണ്, ഇത് തെക്ക് വശമാണ്. മേലെ ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12.5 അടി നീളവും 12 അടി വീതിയും വരുന്ന ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കബോർഡാണ് ഈ കാണുന്നത്. 3 പാർട്ടായിട്ട് ഇങ്ങനെ തുറക്കുകയും ചെയ്യാം. ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് കാണേണ്ടതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ബാത്റൂമാണ് വന്നുള്ളത്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷവർ ഏരിയ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ഗ്ലാസ് ഇട്ട് കവർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. ജാഗ്വറിന്റെ ഡൈവേർട്ടർ ആണ് വന്നത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നുള്ളത്. വാൾ ഹാങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഡ് ടാങ്ക് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴെ ഇതിന് 2 ബെഡ്റൂമുകളാണ് വന്നുള്ളത്. ഇപ്പോൾ പോകുന്ന ഭാഗത്ത് തന്നെയായിട്ട് ഇവിടെയായിട്ടാണ് DB യൂണിറ്റ് കൊടുത്തുള്ളത്. 3 ഫേസിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ലെഗ് ആൻഡ് ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. 14 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് കിഴക്ക് വശമാണ്. പിന്നെ ഇതിന്റെ മേലെ ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. സീലിംഗ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു L ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. നല്ല കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് സെറേഡയാണ് വന്നുള്ളത്. ഇത് ജാഗ്വറിന്റെ ഡയവേറ്റർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ബേസിന്റെ മിററും ലൈറ്റും കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് കിട്ടിയിട്ടുള്ളത്. ടവൽ റാഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടവൽ റാഡാണ് വന്നുള്ളത്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. വുഡ് പൊതിഞ്ഞിരിക്കുന്നതാണ്. നേരെ നമുക്ക് മേലേക്ക് കയറാം. നല്ലൊരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് സ്ട്രിപ്പ് ഓടിച്ചിരിക്കുകയാണ്. നല്ലൊരു LED സ്ട്രിപ്പുകളൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുന്നത് നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. നല്ല സോഫ സെറ്റീസ് ഒക്കെ ഒരു 2-3 സെറ്റായിട്ട് നമുക്ക് ഇടാവുന്നതാണ്. അവിടെയായിട്ട് വലിയൊരു TV ഒക്കെ വെച്ചാൽ നമുക്കൊരു ഹോം തിയേറ്റർ ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഇതിന്റെ മേലെയായിട്ടും ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. CNC കട്ടിങ് വരുന്നുണ്ട്. LED ലൈറ്റും വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇതിന്റെ ലിവിംഗ് സ്പേസിലാണ്. രണ്ടാമത്തെ ലിവിംഗ് സ്പേസും നല്ല സ്പേഷ്യസ് തന്നെയാണ്. മാത്രമല്ല ഇവിടെ കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് 2 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഓഫീസ് റൂമോ തിയേറ്റർ റൂമോ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്നതാണ്. ഫ്രണ്ട് വശത്ത് തന്നെയായിട്ട് നല്ലൊരു ബാൽക്കണി വന്നുള്ളത്. നേരെ ബാൽക്കണിയിലേക്ക് ഒന്ന് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണിയാണ്. അത് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്ക് തന്നെയാണ്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ള സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കോപ്പർ ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വന്നുള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരികയും ചെയ്യും. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് ഭംഗിയായിട്ട് ഇതിനെ കബോർഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേഖല ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് വരുന്നത്. താഴെ അതേ പൊസിഷനിൽ തന്നെയാണ് ഇവിടെയും ബാത്റൂം എന്നുള്ളത്. അതേ ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം.
നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 16 അടി നീളം വരുന്നുണ്ട്, 11 അടി വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന അതേ രീതിയിലുള്ള കബോർഡും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ബാൽക്കണി കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു വിൻഡോസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. ചെറിയൊരു ബാൽക്കണിയാണ്, സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫിൻ്റെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോകാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ടൈൽ പാറ്റേൺ ആണ്. ഒരു മാറ്റ് കാർവിംഗ് ഡിസൈനുള്ള ടൈലാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇവൻ നമ്മുടെ ഈ യൂട്ടിലിറ്റി ഏരിയയിൽ പോലും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിന്നെ ഈ കാണുന്നത് പവർ പോയിന്റ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് വാട്ടർ ലൈനും വന്നിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. അവിടെ ഒരു അയൺ ടേബിളും വെക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5 സെന്റ് 125 ലിങ്സ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ബഡ്ജറ്റിനും ഇണങ്ങുന്ന പ്രോപ്പർട്ടികൾ സെലക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.